ബിജെപി NDA അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. സത്യം പല്ല് ചലിച്ചു. എത്ര സീറ്റ് കിട്ടണം? 35-40. കാരണം സുരേന്ദ്രൻജി പ്രസിഡന്റ് ആയിരിക്കുമ്പോ 35-40 സീറ്റ് കിട്ടിയല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. രാജീവ് ജി പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഒരു 35-40 അങ്ങനെ കേരളം പിടിക്കും. അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വിദ്യാഭ്യാസമുള്ള വിദ്യാവാസ് യോജന എന്തായാലും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? സുരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് 35 സീറ്റ് തരൂ, സർക്കാർ തരാന്നുള്ളതായിരുന്നു. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന താങ്കൾക്ക് സംശയമുണ്ടോ? മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? അല്ല, ഇത് എങ്ങനെയാണ് 35 സീറ്റ് കിട്ടിയാൽ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ഒരു ഡൗട്ടായിരുന്നു. 35 സീറ്റ് കിട്ടിയാൽ BJP ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് ദില്ലിയിലെ മലയാള മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലേ? അപ്പൊ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കുന്നത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ആർക്കും അതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയില്ല. പിന്നെയാണ് പിടികിട്ടിയത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് 35 കൊടുത്തില്ലേ, ദില്ലിയിലെ മാധ്യമ പ്രവർത്തകർക്ക് 35 കൊടുത്തു. അങ്ങനെ എത്രയായി? 70. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. സന്തോഷായി, നല്ല സന്തോഷമായി. രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഈ ബാറ്റൺ ശ്രീ സുരേന്ദ്രൻ കൈമാറിയ നിമിഷം ഇത് സൈദ്ധാന്തികമായ ഒരു വിപ്ലവത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കേരളം മൊത്തത്തിലങ്ങ് എടുക്കാൻ വേണ്ടി സുരേഷ് ജിയെ ക്ഷണിക്കാം. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മലാ സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങ് എടുക്കുവാൻ പോവുകയാണെന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. എനിക്ക് തെരഞ്ഞെടുപ്പ് സംശയം 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞൊരു 30 സീറ്റാണ് ഞാൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖറും ടീം വന്നു കഴിയുമ്പോൾ എന്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുന്നതാണ് എന്റെ വിശ്വാസം. ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ. 5 കുറയാത്ത MP-മാർ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാന്യായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ കൊടുക്കാൻ കൈപ്പൊക്കാനുണ്ടാവും. ഒന്നും പറയാൻ അടിപൊളി. കേരളം BJP-യോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.